കൊടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥതയുടെയും നിഷ്കളങ്കതയുടെയും പ്രതീകമായിട്ടാണ് കലാഭവൻ മണി എന്ന ഓർമ്മ മുന്നിൽ വന്നു നിൽക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറുനാവുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് ഏലൂരിൽ. ഇന്നും കലാഭവൻ മണി എന്ന താരത്തിനോടും മനുഷ്യസ്നേഹിയോടും ആരാധനയും ബഹുമാനവും പുലർത്തുന്നവർ ഏറെയാണ്. താരം തന്നെ താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ആടിയും പാടിയും സാധാരണക്കാർക്കൊപ്പം സംവാദിച്ചും അവരിലൊരാളായി മാത്രമേ നമ്മൾ മണിയെ കണ്ടിട്ടുള്ളൂ. ഏലൂർ സ്വദേശി സുനിൽ അലുപുരമാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. മണിച്ചേട്ടന്റെ വലിയൊരു ആരാധകനാണ്. മണിച്ചേട്ടന്റെ ശബ്ദം അനുകരിക്കുകയും അദ്ദേഹത്തിന്റെ പാട്ട് നെഞ്ചിലെത്തിയിട്ടുള്ള സുനിൽ അലുപുരമാണ് ന്യൂസ് 95-ഒപ്പം ചേരുന്നത്. സുനിൽ, നമസ്കാരം. കളമശ്ശേരി ലോക്കൽ ന്യൂസിൽ കൂടിയാണ് നിങ്ങളെ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ മുതൽ ഞാൻ അവരായിട്ട് ബന്ധപ്പെട്ട്, അപ്പൊ അവര് വൈകിട്ടാണ് ഫ്രീ ആവുള്ളൂ എന്ന് പറഞ്ഞു, അങ്ങനെ തേടി പിടിച്ച് വന്നാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ചാനൽ വന്നിട്ട് മണിച്ചേട്ടനാന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാലോ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കേരളം മാത്രമല്ല ലോകം മൊത്തം മണിച്ചേട്ടനെ അറിയപ്പെടുന്നത്. അപ്പൊ മണിച്ചേട്ടന്റെ എന്തൊക്കെ അനുകരിക്കും? മണിച്ചേട്ടൻ്റെ ഫിഗർ ചെയ്യാറുണ്ട്. അപ്പോൾ വിഗൊക്കെ വെച്ചിട്ട് മണിച്ചേട്ടൻ്റെ ഒരു സൈനാണ് 2 കുറി, കയ്യിൽ വള, കണ്ണട, പിന്നെ പ്രത്യേകതരം ഷർട്ടുകളൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ചെയ്യാറ്. അതന്നെ അതാണ് മണിച്ചേട്ടൻ്റെ ഒരു ഫിഗർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗണ്ട് ഒക്കെ എടുക്കും മണിച്ചേട്ടൻ്റെ? സൗണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ശബ്ദം ശരിയായിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്. എന്തായാലും നമുക്ക് ചോട്ടമുമ്പിലെ ഒരു സിനിമയിലെ ഒരു ഭാഗം ഒന്ന് ചെയ്ത് നോക്കാം. എനിക്ക് എത്രത്തോളം ശരിയാവുമെന്ന് അറിയാൻ പാടില്ല. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മ ശത്രു ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുള്ള നമ്മുടെ നാട്ടിലെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? എന്തായാലും അദ്ദേഹം ആ ശ്രമിക്കുന്നുണ്ട്, അത് തന്നെ വലിയൊരു കാര്യമാണ്. മണിച്ചേട്ടന്റെ പാട്ട് ഏതൊക്കെ അറിയാം? മണിച്ചേട്ടന്റെ ഒട്ടുമിക്ക പാട്ടുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാണാപ്പാടം പഠിച്ചു. തീർച്ചയായിട്ടും. ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടി. തീർച്ചയായിട്ടും. കൊടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. പോയി പഠിച്ചതാണ് അല്ലെങ്കിൽ പഠിച്ചതൊന്നല്ല, മണിച്ചേട്ടന്റെ തൂശമുകുന്താര കാസറ്റ് ഇറങ്ങണ കാലം തൊട്ട് നമ്മള് ആരാധകനാണ്. പിന്നെ ഇഷ്ടം പോലെ എൻ്റെ അമ്മയുടെ അനിയത്തിരി വീട് മാമ്പ്ര സ്ഥലം അങ്കമാലി. അവിടെയാണ് മണിച്ചേട്ടൻ്റെ ചേച്ചിയുടെ വീടും. അപ്പൊ അങ്ങോട്ടൊക്കെ പോകാൻ നേരത്ത് ചെറുപ്പം മുതല് ഞങ്ങൾ സൈക്കിളൊക്കെ എടുത്ത് പോവാറുണ്ട്. ഇവിടുന്ന് ഞാൻ വീട്ടിൽ നിന്ന് ചിറ്റയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറയില്ല, അവിടെയും പറയില്ല, നേരെ മണിച്ചേട്ടൻ്റെ അടുത്തേക്ക് പോണം. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ആരാധകരും ഒക്കെ ആയിട്ട് വരാറുണ്ട്. മണിച്ചേട്ടന് മുന്നിൽ പാടിയിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി നമുക്ക്. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തി കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ. ശരിക്കും നല്ല അർത്ഥമുള്ളൊരു പാട്ടാണ്. തീർച്ചയായിട്ടും. അത് ഒരാള് മരണപ്പെടുന്നതിന് മുമ്പ് 40 ദിവസത്തിനുള്ളിൽ അതിന്റെ പ്രകടനം ഉണ്ടാവുന്ന ഒരു വിശ്വാസത്തിൽ പല ടൈപ്പിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരാൾ മരിക്കണമെങ്കിൽ അയാളുടെ നല്ല പ്രവൃത്തികളെല്ലാം 40 ദിവസത്തിനുള്ളിൽ അയാൾ പ്രകടിപ്പിക്കുന്ന പറയുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കുമ്പോൾ ആ പാട്ടൊക്കെ വന്നത് ജനം ഹൃദയത്തിലേക്കാണ്ട് ഫസ്റ്റ് പാടിയത്. അതെനിക്ക് തോന്നുന്നു അതന്നെ. ഈ ഉമ്പായി എന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കുന്ന കൊച്ചിയിലുള്ള ഉമ്പായി, ആ ഉമ്പായി അല്ല ഇത്. ഇതും തന്നെ പാപ്പം കൊടുക്കണ ആ സംഭവമാണ്. അത് തീർച്ചയായിട്ടും. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ, വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമ്മ, വയറ് കത്തിയാല് എൻ്റെ കൊടലു കത്തണമ്മ, പ്രാണം വെടഞ്ഞിട്ട് ദൈവ ഓണം പഴർക്കണമ്മ.
നമുക്ക് പാടുമ്പോ തന്നെ തൊണ്ട ഇടറാണ്. കാരണം തീർച്ചയായിട്ടും അത്രക്കും ഒരു ഇതൊക്കെ പല ആൾക്കാരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ് മണിച്ചേട്ടൻ പാട്ടിലൂടെയും തീർച്ചയായിട്ടും ഓരോരുത്തരുടെ ജീവിത വിശപ്പിന്റെ വിളിയാണ് ആ പാട്ടിലൂടെ പറയണത്. എന്ന് സുനിൽ എന്താ ചെയ്യണ അപ്പൊ? ഞാനിപ്പോ TCCയിലെ കോൺട്രാക്ട് വർക്കിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ മണിച്ചേട്ടന്റെ. അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോകാറുണ്ടോ? തീർച്ചയായിട്ടും. നമ്മള് ഫേസ്ബുക്കിൽ നമ്മുടെ ഫോട്ടോ ഫിഗറുള്ള ഫോട്ടോ കിട്ടാറും ചിലവർ ഷെയർ ഒക്കെ ചെയ്ത് ഇപ്പൊ ഈ നമ്മുടെ ന്യൂസ് 95 ഇത് വരുമ്പോ നമുക്കൊരു എന്താ പറയാ നമ്മുടെ കുടുംബത്തിന് കഞ്ഞി കുടിക്കാനുള്ള ഒരു വകുപ്പും ഇങ്ങനെ ഒരു കുഞ്ഞു കലാകാരനാണെന്നൊക്കെ അറിയണം. നിങ്ങളുടെ ഒരുപാട് പൊതുപ്രവർത്തനമായിട്ടൊക്കെ ഉള്ള ഒരുപാട് ന്യൂസുകളൊക്കെ കേൾക്കാറുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളൊക്കെ നമ്മളെ തേടി വരുമ്പോ ഇത്ര നാളായിട്ട് നമ്മളൊരു കലാകാരനെ എങ്ങനെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് നമ്മുടെ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് അത് കാണുന്നത്. ഓരോരുത്തരെ ഇതാക്കാന്നുള്ളത്. ഇപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരാളുണ്ടായിട്ട് ഞാൻ വന്നില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ അല്ലെ? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആള് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഒരു അനുകരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ വരാണ്ടിരുന്നത് വളരെ മോശമല്ലേ? അപ്പൊ അങ്ങനെ തേടി പിടിച്ചു വന്നത്. നമ്മ TV തന്നെ കുട്ടികളുടെ പരിപാടിയാണ്. മണിച്ചന്റെ ഒരു പാട്ടില്ലാത്ത എപ്പിസോഡും തന്നെ ഉണ്ടാവില്ല. അല്ല ഒരു വീടുകളിലും ഒരു കല്യാണം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, ഗാനമേള ആയിക്കോട്ടെ, എന്താണ് 2-3 പാട്ട് അവിടെ ഉണ്ടാവും അല്ലെ? അത് ജനം ഏറ്റെടുത്തത് തന്നെ വലിയൊരു. അത് ഒരിക്കലും നിക്കാത്തൊരു നിലക്കില്ല മണിനാഥം എന്നൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ആ കറക്റ്റ് പേര് പോലെ തന്നെയാണ്. ഒരിക്കലും നിലക്കില്ല മണിനാഥം. മണിച്ചേട്ടനെക്കാട്ടി ഉയരത്തിൽ. അയ്യോ നമുക്ക് അങ്ങനെയല്ല. മണിച്ചേട്ടന്റെ പാട്ട് പാടാനുള്ള ശക്തി തരണേ. പാട്ട് പാടി ഗംഭീരമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിമിക്രി, അഭിനയം, സംഗീതം, സാമൂഹ്യ പ്രവർത്തനം എന്നിങ്ങനെ മലയാള സിനിമയിൽ മറ്റാർക്കും ചെയ്യാനാകാത്ത വിധം സർവതല സ്പർശിയായി പടർന്നൊരു പേരിന്റെ മറ്റൊരു പേരായിരുന്നു കലാഭവൻ മണി.